ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ശനിയാഴ്ച നേരം വെളുത്തപ്പോഴത്തേക്കും എനിക്ക് തോന്നി നമ്മുടെ ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മുടെ അവൽ നനച്ചത് അല്ലേ, അവൽ നനച്ചതും പിന്നെ പഴവും. ഇന്നലെ മലയാളി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും നല്ല ഏത്തപ്പഴമൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് ഇന്ന് നമ്മുടെ നാടൻ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊരു ഒത്തിരി ആഗ്രഹം വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാണ്. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, ലൈക്കൊക്കെ ചെയ്യണേ. ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ട്, കമൻറ്റ്സ് ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നല്ല വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ശർക്കര കുറച്ച് ഞാൻ ചിരണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലവർ ഇതിനകത്ത് ശർക്കര ഇങ്ങനെ പാനി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പാല് വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി. പിള്ളേർക്ക് പാലാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ ചായ അല്ലെങ്കിൽ കോഫിയാണ് കുടിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ ഏലക്ക നന്നായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ തൊലിയോടുകൂടി ഇടുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടം. തൊലിയാകുമ്പോൾ ചവയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ ഇറങ്ങുമല്ലോ. അപ്പം നമുക്ക് അതുകൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഈ ഏലക്ക കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഏലക്കയാണ്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇനിയിപ്പം തേങ്ങ ഇരിപ്പുണ്ട്, ശരിക്കുള്ള ചിരണ്ടാനുള്ള തേങ്ങ ഇരിപ്പുണ്ട്. അതിനിപ്പോൾ ചിരണ്ടി വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കുവേ. അതുകൊണ്ടാണ് ഞാനത് ചിരണ്ടാത്തത്. മാത്രമല്ല ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് വന്നു. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പുള്ളി അവിടെ ക്ഷമിച്ചിരുന്നോളും, പാവം. പക്ഷേ നമുക്കൊരു മനസാക്ഷിയില്ലേ. അപ്പം ഞാൻ ഇന്ന് ഗ്രേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്നാ ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് ശനിയാഴ്ച എന്താണ് പരിപാടി? നിങ്ങളുടെയൊക്കെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയറൊക്കെ ചെയ്യണേ. ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. ഞാൻ ഡ്രസ്സൊക്കെ തുണിയൊക്കെ കഴുകാൻ വേണ്ടി മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം. അതിനുശേഷം പിന്നെ പിള്ളേരെ കൊണ്ടൊന്ന് നടത്താനൊക്കെ ഒന്ന് പോകണം കേട്ടോ. നമ്മുടെ സാമും ഡെയ്സിയും ഉറങ്ങുവാണ്. ഇതുണ്ടോ, കേജൊക്കെ അടച്ചാ വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ തുറന്നു വിടണം. അപ്പം ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം സംവിധാനങ്ങളല്ലേ. തേങ്ങയൊക്കെ ഗ്രേറ്റഡ് കോക്കനട്ട് ചിരണ്ടിയ തേങ്ങ വരെ വരുന്നു. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു അവസ്ഥ അല്ലേ, പാവം. ആ തേങ്ങ ചിരണ്ടുന്ന സംഭവത്തെ കയറിയിരുന്ന് കുത്തിയിരുന്ന് ചിരണ്ടി കൈയും മുറിഞ്ഞ് എന്തൊരവസ്ഥയായിരുന്നു അല്ലേ പഴയ ആൾക്കാരുടെയൊക്കെ. എന്തുമാത്രം കഷ്ടപ്പാടിൽ കൂടി അവരൊക്കെ കടന്നു പോയത്. ഇന്ന് നമുക്കുള്ള സംവിധാനങ്ങളല്ലേ, നമുക്കുള്ള സൗകര്യങ്ങളുടെ ഒരു കാൽഭാഗം പോലും ആ പാവങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, ആയുസ്സുമുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. നമുക്ക് സംവിധാനങ്ങൾ കൂടിയപ്പോഴാണ് നമുക്ക് രോഗങ്ങളായി, നമുക്ക് ആരോഗ്യമില്ല, ആയുസ് കുറഞ്ഞു, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ. സുഖം കൂടുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, സൈഡ് എഫക്ട്സും ഉണ്ട് അല്ലേ. എന്നാ പറയാനാ. പക്ഷേ പഴയ ആൾക്കാർ കഷ്ടപ്പെട്ട കാര്യം, എന്നാലും അവർ മക്കളെയൊക്കെ കാര്യമായിട്ട് അല്ലേ, അവരവരുടെ കുടുംബത്തെ എന്ത് കാര്യമായിട്ട് സേഫായിട്ട് കൊണ്ടുപോയി. ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ അന്നൊക്കെ ആൾക്കാർ. ഒന്നും പറയണ്ട. അപ്പം ഇതിങ്ങനെ ഈ ചിരണ്ടിയ തേങ്ങ ഓൾറെഡി എന്നാ പറയണ്ടേ, റെഡിമെയ്ഡ് തേങ്ങ ഇട്ടപ്പോൾ എനിക്ക് വന്ന ഓർമ്മകളാണ് കേട്ടോ, പഴയ ആൾക്കാരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാട്ടിൻ പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് കഴിച്ചതും ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. നല്ല പഴം കൂട്ടി കഴിക്കുക. എന്നാ പറഞ്ഞാലും അല്ലേ, എന്ത് മസാല ദോശ കഴിച്ചാലും എന്ത് ബിരിയാണി കഴിച്ചാലും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുപോലെ. പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാനൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മമ്മി പുട്ട് അല്ലെങ്കിൽ അവൽ നനച്ചത്, ദോശ ഇതൊക്കെ തരുമ്പോണ്ടത് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി, പാൽ ചായ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയർ നിറച്ചും കഴിച്ച് അല്ലേ, ആ സ്കൂളിൽ ഓടിപ്പോയ കാലഘട്ടം ഇന്നും മനസ്സിൽ ഓർമ്മ വരുന്നു ഇതൊക്കെ കഴിക്കുമ്പോൾ അല്ലേ. ചെറുപ്പകാലത്തിലേക്കുള്ള ഓർമ്മകളിലേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. നൊസ്റ്റാൾജിക് ഫീലിങ്സ്. എന്നാ പറഞ്ഞാലും ആ കാലഘട്ടങ്ങളൊന്നും ഇനി തിരിച്ചു വരികയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലേ സംവിധാനങ്ങളെല്ലാം കൂടി
ഇന്നിപ്പം പിള്ളേർക്ക് നടക്കണ്ട, പിള്ളേർക്ക് ഓടണ്ട, കളിക്കണ്ട അല്ലേ. നാട്ടിൻപുറത്തൊക്കെ എന്ത് കളികളായിരുന്നു പണ്ട്. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബാഗെല്ലാം വലിച്ചൊരൊറ്റ ഏറ്. ചെരുപ്പ് ഒരെണ്ണം 1 കിലോമീറ്റർ ദൂരെ, അടുത്ത് 10 കിലോമീറ്റർ ദൂരെ ആയിരിക്കും. ഇങ്ങനെ കാലുകൊണ്ട് പുഷ് ചെയ്യാണ്. പുഷ് എന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പ് ഇങ്ങനെ വായുവിലൂടെ പറന്ന് അപ്പുറത്തെ പറമ്പിൽ കിടക്കും. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? എന്തെങ്കിലും തിന്നിട്ട് ഓടി അപ്പുറത്തെ വീട്ടിൽ പോവാണ്. എന്തിനാ? കളിക്കാൻ. അവിടെ അടുത്ത ടീമുകളുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ബാഗ് അപ്പുറത്തെ തെങ്ങിൻ്റെ ചോട്ടിലായിരിക്കും. ബാഗും വലിച്ചെറിഞ്ഞ് ഇതുങ്ങളെല്ലാം കൂടെ കളിക്കാൻ. എന്ത് രസമായിരുന്നു ആ കാലഘട്ടങ്ങൾ. അപ്പം ഞാൻ ഓർക്കുന്നേ, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞാനും എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു എൻ്റെ സെയിം പ്രായത്തിലുള്ള ഒരു ആൺകൊച്ച്. അപ്പോൾ അവനുമായിട്ട് സ്കൂൾ വിട്ട് വരുവാണ് കേട്ടോ. ചെറുപ്പമാണ്, എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് ആയിരിക്കും, 4ാം ക്ലാസ് 5ാം ക്ലാസ്സാണ്. അപ്പം ഞങ്ങൾ വലിയ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുവാണ്. കാടിനോടും പള്ളിയോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അവൻ്റെ വീടിൻ്റെ വാതൊക്കെ ഒരു തെങ്ങിൻ ചോട്ടിലൊരു പശു നിൽപ്പുണ്ടായിരുന്നേ. അപ്പം അവനന്ന് കുഞ്ഞല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ നേരെ നടന്നു പോവാം എൻ്റെ വീട്ടിലേക്ക്. അപ്പം അവൻ്റെ വീട് കഴിഞ്ഞ് എൻ്റെ വീട്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും അവനെ ആ പശു അവൻ്റെ 2 കൊമ്പയിൽ അവൻ ഈ എന്നാ പറഞ്ഞ അത്രയും ചെറുതായിരുന്നേ, കുഞ്ഞ് ഉരുണ്ടിട്ടായിരുന്നു. അപ്പം അവനെ ആ പശു അവൻ്റെ പശുവിൻ്റെ 2 കൊമ്പയിലെടുത്തിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. അവൻ അടുത്ത തെങ്ങിൻ ചോട്ടിൽ പോയി ചാടി. അവിടുന്ന് അവൻ സിമ്പിളായിട്ട് പുറകിലത്തെ പൊടിയും തട്ടി അവൻ എഴുന്നേറ്റ് അവൻ്റെ ബാഗ് എടുത്ത് ഒരൊറ്റ പോയി. വീട്ടിലേക്ക് കയറിപ്പോയി. അവൻ ചായയും കുടിച്ച് ഉപ്പുമാവും തിന്ന് അവനടുത്ത് കളിക്കിറങ്ങി. ആ കാലഘട്ടമൊക്കെ അല്ലേ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. എന്തായാലും ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ് ഇതാണ്ടേ ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചു കേട്ടോ. ഒത്തിരി മധുരം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. മധുരം കൊണ്ട് അങ്ങ് കിടുമ്പിക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇതാണ്ട് ഞാൻ നമ്മുടെ അമലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പുള്ളിക്കുള്ള ഹസ്ബൻഡിനുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പഴമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് അരപ്പഴം മതി. പുള്ളി വലിയ പഴം കഴിക്കത്തില്ല. ഒത്തിരി പുള്ളി പറയുന്നത് എന്നാ പറയണ്ടേ, ജീവിക്കാൻ വേണ്ടി കഴിക്കുക, അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി ജീവിക്കരുത് എന്നുള്ള ഡയലോഗ് കേട്ടോ. പുള്ളിക്ക് ഇത്രയ്ക്ക് ഇഷ്ടമുള്ളൂ. പുള്ളിക്ക് വലിയ പഴത്തിനോട് വലിയ താല്പര്യമില്ല. പിന്നെ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം പുള്ളി പറഞ്ഞ സത്യമല്ലേ, നമ്മൾ തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കുക അല്ലേ, തിന്നുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.